ഹായ് ഹലോ എല്ലാവർക്കും പുതിയ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പറയാൻ വേണ്ടി ഇപ്പോൾ തുടരും എന്ന് പറയുന്നതിൻ്റെ റിലീസുമായിട്ട് ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ദളപതിജിയുടെ ഏറ്റവും അവസാനത്തെ ചിത്രമായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന റിലീസ് ഡേറ്റ്, നമ്മുടെ ലോകേഷ് കനകരാജ് രജനികാന്ത് കൂട്ടുകാർ കൂലി റിലീസ് ഡേറ്റ്, ഇത്ര അപ്ഡേറ്റൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടീസറും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നിരുന്നു, അല്ല ഒരു ലാസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ തുടരും എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് സംസാരിക്കാനാണ്. തുടരും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സാധാരണക്കാരനായി വരുന്ന ചിത്ര പ്രത്യേകത. തുടരും എന്ന് പറയുന്ന മൂവിക്ക് ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഒരു കാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയൊക്കെയാണ് തുടരെ കുറിച്ച് പറയാനുള്ളത്. കാരണം ടീച്ചർ കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ നായികയായിട്ട് വരാൻ വേണ്ടി ശോഭനയാണ്, 2 മക്കളുണ്ട്, ഒരു ഫാമിലി മാൻ. ആ കാറിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കഥയൊക്കെ ആയിരിക്കാം തുടരിൽ വരാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ദൃശ്യം പോലത്തെ ഒരു ത്രില്ലർ പടം തന്നെയാണ്. അത് കണ്ട് തന്നെ കാണാൻ ഒരുപാട് പ്രേക്ഷകർ ഇരട്ടിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, മോഹൻലാൽ അനിയനായിട്ടുള്ള കസിനായിട്ടുള്ള വ്യക്തിയും പറഞ്ഞിരുന്നു, ദൃശ്യം ഒപ്പം പോലത്തെ ഒരു ചിത്രം തന്നെയായിരിക്കും തുടരും. അതുമാത്രമല്ല, തുടരും വലിയൊരു ഹിറ്റ് തന്നെയായിരിക്കും സമ്മാനിക്കുന്നുണ്ട്. കളക്ഷൻ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ടാവുന്നു. കാരണം ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഫിലിമാണ് തുടരും. ഇപ്പോൾ തന്നെ സാറ്റലൈറ്റ് അവകാശം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 26 കോടി രൂപയ്ക്കാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും അതുപോലെ ഏഷ്യൻ്റെയൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തുടരും ഒരുപാട് കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ്. അപ്പോൾ ഇതിൽ മുന്നത്തെ ഞാൻ പറഞ്ഞത് മെയ് 2nd വീക്കിലായിരിക്കും റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ 26 റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. ഏപ്രിൽ 26 റിലീസ് ചെയ്യില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇപ്പോൾ ഈ ഓണം റിലീസ് വിഷു റിലീസായിട്ടൊക്കെ ഒരുപാട് ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഇടയ്ക്ക് ഈ തുടരും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അതിന് പകരം മെയ് മാസത്തിലോട്ട് കിടക്കുമ്പോൾ ഒന്നുകൂടി ഒരു കളക്ഷൻ ഒരുപാട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മെയ് ആവട്ടെ എന്ന് പ്രൊഫഷണൽ കിട്ടിയുള്ള അപ്ഡേറ്റ് പ്രകാരം ഏപ്രിൽ മാസം റിലീസ് ഉണ്ടാവുമെന്നൊക്കെ കേൾക്കുന്നത്. ഏകദേശം ഒരു 90% ഉറപ്പാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ് നോക്കുക വെച്ചെങ്കിൽ വിജയുടെ ഏറ്റവും ചിത്രമായിട്ടുള്ള ദളപതി വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന മൂവിയാണ്. എച്ച് വിനോദാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോസ്റ്ററൊക്കെ പക്ക രാഷ്ട്രീയമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ദളപതി വിജയ് അല്ലെങ്കിൽ നമ്മുടെ വിജയ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും അവസാന ചിത്രമെന്ന് കേൾക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ ജനനായകൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ട് നമ്മൾ പോസ്റ്റർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു. ഈയാടെ വിജയനെ കുറിച്ച് പറയാൻ മറ്റാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ പോസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായി മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അത് ആടെ പടത്തിൻ്റെ ആഗമനം ഉദ്ദേശം. ഓരോ സീൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടൊന്നും തന്നെ തോന്നിയിരുന്നില്ല. അപ്പോൾ ജനനായകൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2020 റിലീസിന് പ്ലാൻ ചെയ്തെങ്കിൽ പോലും അത് മാറ്റിയിട്ട് 2026 ജനുവരി 9 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊങ്കലിനാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു വർഷം തന്നെ നമ്മൾ കാത്തിരിക്കണം ദളപതി വിജയുടെ അവസാന ചിത്രത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായും ഒരു സങ്കടമുണ്ട്. കാരണം ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ദളപതി വിജയ്, നമ്മുടെ വിജയ്. തീർച്ചയായിട്ടും അതിൽ ലാസ്റ്റ് ചിത്രം ആവല്ലെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷേ രാഷ്ട്രീയമാണ് ഒരു വ്യക്തിയുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആ അപ്ഡേറ്റിന് അപ്പുറത്തോട്ട് നമ്മുടെ ലോകേഷ് കനകരാജ് രജനികാന്ത് കൂട്ടിൽ ചിത്രമാണ് കൂലി എന്ന് പറയുന്ന ചിത്രം. ശ്രുതി ഹാസൻ, സത്യരാജ്, സാബിൻ സാഗിർ, അതുപോലെ തന്നെ ഉപേന്ദ്ര, അതുപോലെ അമീർ ഖാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്ന ചിത്രം തന്നെയാണ് കൂലി എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ കൂലിയെ കുറിച്ച് പറയുമ്പോൾ പല ഭാഷയിൽ നിന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലൊക്കെ ഒരുപാട് താരങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിന് റിലീസ് നോക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 14 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂലി ടീസർ ഏപ്രിൽ 14 ഉണ്ടെന്ന് കേൾക്കപ്പെടുന്നുണ്ട്. കൺഫേം ആയിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അതുമാത്രമല്ല, കൂലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇപ്രാവശ്യം ഇതിൽ ഗോൾഡ് സ്മഗ്ലിംഗ് പരിപാടി കാര്യങ്ങളൊക്കെയാണ്. LCയുമായിട്ട് കണ്ടിച്ച് ഇല്ലെന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ചാൻസ് ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇത് പക്ക 100% ലോകേഷ് കനകരാജ് ഫിലിം എന്നാണ് കേൾക്കപ്പെടുന്നത്. വലിയ ക്യാൻവാസ് തന്നെയാണ്. കൂലിക്ക് വേണ്ടി ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഓഗസ്റ്റ് 14 റിലീസിൽ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു അപ്ഡേറ്റ്, ധ്യാൻ ശ്രീനിവാസന്റെ കാലത്ത് തന്നെ വലിയ ചിത്രമാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. സോഫിയ പോളാണ് വീക്കെൻഡ് ബ്ലോക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഫിലിം ഹൗസാണ് ഇതിൻ്റെ വിതരണാവകാശമൊക്കെ ഏറ്റെടുത്തുള്ളത്. തീർച്ചയായും ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു യൂണിവേഴ്സ്, മലയാളത്തിൻ്റെ ആദ്യത്തെ ഒരു യൂണിവേഴ്സ് ഫിലിം, സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഫിലിം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടീച്ചറൊക്കെ റിലീസ് ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുന്ന നടൻ്റെ തന്നെ ഒരു തൊട്ടി റോളുകളൊക്കെ വിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റോഡുകളും നല്ല മേക്കിംഗ് കൊണ്ടും എല്ലാം തന്നെ ശ്രദ്ധേയമാകുന്ന ഒരു ഫിലിം തന്നെയാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. ഒരു പക്ഷേ നല്ലൊരു കളക്ഷന് വിജയിക്കാൻ ചാൻസ് ഒരു 90% ചാൻസ് ഉള്ള ചിത്രമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പേഴ്സണലിയാണ് എൻ്റെ അഭിപ്രായമാണ്. ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ സ്റ്റില്ലൊക്കെ വന്നിരുന്നു, അത്യാവശ്യം കൊള്ളാമായിരുന്നു. ടീച്ചർ എന്തായാലും യൂട്യൂബിൽ ലഭ്യമാണെന്ന് കണ്ടു നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുടെ അപ്ഡേറ്റ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കാതിരിക്കുക. ബൈ.